എല്ലാവർക്കും എജുനേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മെറ്റാഎത്തിക്സ് ആണ്. മെറ്റാഎത്തിക്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നോർമാറ്റീവ് എത്തിക്സും അപ്ലൈഡ് എത്തിക്സും മെറ്റാഎത്തിക്സും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. നമ്മൾ ഓൾറെഡി എത്തിക്സിന്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നോർമാറ്റീവ് എത്തിക്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ എന്താണ് എത്തിക്സ് കംപ്രൈസസ് മെയിൻലി 3 ഡിവിഷൻസ്. എത്തിക്സ് എടുക്കുമ്പോൾ അതിന് പ്രധാനമായിട്ടും 3 ഡിവിഷൻസ് ഉണ്ട്. ഒന്നാമത്തെ നോർമാറ്റീവ് എത്തിക്സ് ആണ്, രണ്ടാമത്തത് അപ്ലൈഡ് എത്തിക്സ് ആണ്, മൂന്നാമത്തത് മെറ്റാ എത്തിക്സ് ആണ്. നോർമാറ്റീവ് എത്തിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ഓൺ വിച്ച് തിങ്സ് ആൻഡ് ഇവന്റ്സ് ജഡ്ജ് ഗുഡ് ഓർ ബാഡ്. ഇപ്പൊ നോർമാറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്, നോംസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്, ഐഡിയൽസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ഓക്കെ, നോംസും സ്റ്റാൻഡേർഡും ഐഡിയൽസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തിങ്സിനെ അല്ലെങ്കിൽ ഇവന്റിനെ ജഡ്ജ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ഇവന്റിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു ആക്ഷനെ ജഡ്ജ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഐഡിയൽസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിഡനിസം സ്റ്റേറ്റ്സ് ദാറ്റ് പ്ലഷർ ഈസ് ദ അൾട്ടിമേറ്റ് ഗുഡ്, ഡിയോണ്ടോളജി ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ഡ്യൂട്ടീസ് വാട്ട് എവർ ബി ദ കോൺസിക്വൻസസ്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഹിഡനിസത്തിൽ നമ്മൾ അൾട്ടിമേറ്റ് ഗുഡ് ആയിട്ട് പറയുന്നത് പ്ലഷർ ആണ്. ഡിയോണ്ടോളജിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡ്യൂട്ടീസിനാണ്. ഒരിക്കലും നമ്മുടെ കോൺസിക്വൻസസ് നോക്കുന്നില്ല. കോൺസിക്വൻസസ് എന്തോ ആയിക്കോട്ടെ, ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുന്നത്, ഡ്യൂട്ടീസിനാണ് കൊടുക്കുന്നത്. ദ ആപ്ലിക്കേഷൻ ഓഫ് സച്ച് നോംസ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻ ഫോംസ് ദ അറീന ഓഫ് അപ്ലൈഡ് എത്തിക്സ്. അപ്പൊ എന്താണ്, നമ്മൾ ഈ നോംസ് എല്ലാം റിയൽ ലൈഫ് സിറ്റുവേഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, അത് എങ്ങോട്ട് മാറുന്നത്, അപ്ലൈഡ് എത്തിക്സിലോട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് മെറ്റാഎത്തിക്സിലോട്ട് വരാം. മെറ്റാഎത്തിക്സ് അനലൈസസ് ദ അസംപ്ഷൻ ഓർ പ്രീസപ്പോസിഷൻ ബിഹൈൻഡ് മോറൽ തോട്ട് ആൻഡ് ഡിസ്കോഴ്സ്. ഇപ്പൊ മോറൽ ആക്ഷൻ ആയിക്കോട്ടെ, മോറൽ തോട്ട് ആയിക്കോട്ടെ, അതിന്റെ പിന്നിലുള്ള പ്രീസപ്പോസിഷൻ അല്ലെങ്കിൽ അസംഷൻസിനെ അനലൈസ് ചെയ്യുന്നത് മെറ്റാഎത്തിക്സിലാണ്. ഇറ്റ് പോണ്ടേഴ്സ് അപ്പോൺ ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് എക്സാക്ട്ലി ഈസ് മീൻ ബൈ ഗുഡ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന എത്തിക്കൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെയിൻ ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എന്താണ് ഗുഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആൻഡ് വെദർ ദർ ഈസ് എനി ഒബ്ജക്റ്റീവ്ലി വാലിഡ് ഗുഡ്. ഒബ്ജക്റ്റീവ്ലി വാലിഡ് ആയിട്ടുള്ള ഗുഡ് ഉണ്ടോ, വസ്തുനിഷ്ഠമായിട്ടുള്ള ഗുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടോ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിസയർ ആൻഡ് ഫീലിംഗ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പം വ്യക്തികളുടെ അടിസ്ഥാനത്തിലാണ്, വ്യക്തികളുടെ ഫീലിംഗ്സിന്റെ ഡിസയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗുഡ്, ഒരാളുടെ ഗുഡ് ആകണമില്ല മറ്റൊരാളുടെ ഗുഡ്, അല്ലേ? അതിനെതിരായിട്ട് ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഒരു ഗുഡ് ഉണ്ടോ എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് വരുന്ന ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ. The 20th century moral philosophy shows much more interest on metaethical questions. അപ്പൊ 20ാം നൂറ്റാണ്ടിലും മോറൽ ഫിലോസഫിയിൽ കൂടുതൽ താല്പര്യം എല്ലാവരും കാണിച്ചത് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള മെറ്റാഎത്തിക്കൽ ക്വസ്റ്റ്യൻസിലാണ്. ഓക്കെ, അപ്പം നമുക്ക് അപ്ലൈഡ് എത്തിക്സ്, നോർമാറ്റീവ് എത്തിക്സ്, മെറ്റാഎത്തിക്സ്, അതിന്റെ പ്രധാനപ്പെട്ട സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അപ്ലൈഡ് എത്തിക്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്, വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ഇൻ പർട്ടിക്കുലർ മോറൽ ഇഷ്യൂ. ഒരു ഇഷ്യൂയിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് അത് കൺസേൺ ആയിട്ടുള്ളത് അപ്ലൈഡ് എത്തിക്സിലാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യുത്തനേഷ്യ എന്ന് പറയുന്നത് ഒരു മോറൽ ഇഷ്യൂ ആണ്. അതില് യുത്തനേഷ്യ റൈറ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഏരിയയിൽ വരും, അപ്ലൈഡ് എത്തിക്സിന്റെ ഏരിയയിൽ വരും. നോർമാറ്റീവ് എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നോർമാറ്റീവ് എത്തിക്സ് എക്സാമിൻസ് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ഡിഫറെന്റ് എത്തിക്കൽ നോംസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. നോംസും പ്രിൻസിപ്പിൾസിനും ഒക്കെ എന്തുണ്ട്, മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്. ഇതൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് നോർമാറ്റീവ് എത്തിക്സിലാണ്. ഓക്കെ, നമ്മൾ ശരി തെറ്റുകളെ എന്താണ് ശരി, ഒരു കാര്യം ശരിയാണ് ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, നോംസിന്റെ അടിസ്ഥാനത്തിലാണ്, സ്റ്റാൻഡേർഡ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നോംസിനെ കുറിച്ചിട്ടും സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ആ നോംസിനെയും സ്റ്റാൻഡേർഡ്സിനെയും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെവിടെയാണ് വരുന്നത്, നോർമാറ്റീവ് എത്തിക്സിലാണ് വരുന്നത്. ഓക്കെ, മെറ്റാഎത്തിക്സ് ആണ് അനലൈസസ് ദ അസംപ്ഷൻ അണ്ടർലൈങ് വേരിയസ് നോർമാറ്റീവ് തിയറീസ്. മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ മെറ്റാഎത്തിക്സിൽ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെറ്റാഎത്തിക്സ് ഡീൽ ചെയ്യുന്ന കുറച്ചധികം ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ആർ ദ എത്തിക്കൽ നോംസ് ടു ജഡ്ജ് ആക്ഷൻസ് ആസ് റൈറ്റ് ഓർ റോങ് ഒബ്ജക്റ്റീവ്ലി വാലിഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മളൊരു ആക്ഷൻ ജഡ്ജ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എത്തിക്കൽ നോംസിന്റെ അടിസ്ഥാനത്തിലാണ്. എത്തിക്കൽ നോംസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആക്ഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ആ എത്തിക്കൽ നോംസ് ഒബ്ജക്റ്റീവ്ലി വാലിഡ് ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എത്തിക്കൽ നോംസ് ഒബ്ജക്റ്റീവ്ലി വാലിഡ് ആണോ എന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാണ്, ആർ ദർ ഒബ്ജക്റ്റീവ്ലി വാലിഡ് എത്തിക്കൽ നോംസ് അറ്റ് ഓൾ based on which we can determine certain actions to be right or wrong.
അപ്പൊ എന്താണ് മുകളിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് താഴെ പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്ലി വാലിഡ് ആയിട്ടുള്ള എത്തിക്കൽ നോംസിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഒരു ആക്ഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്താണ്? ഡു ദേ ചേഞ്ച് റിലേറ്റീവ്ലി വിത്ത് റെസ്പെക്ട് ടു ദ പ്രിഫറൻസസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. കമ്മ്യൂണിറ്റീസിന്റെ ഇൻഡിവിജ്വൽസിന്റെയും പ്രിഫറൻസ് മാറുന്നതനുസരിച്ചിട്ട് എത്തിക്കൽ നോംസ് മാറിക്കൊണ്ടേയിരിക്കുമോ? എത്തിക്കൽ നോംസ് റിലേറ്റീവ് ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു എക്സാക്ട്ലി മീൻ ബൈ റൈറ്റ്, റോങ്, ഗുഡ് ആൻഡ് ബാഡ്? എന്താണ് നിങ്ങൾ റൈറ്റ് കൊണ്ടും റോങ് കൊണ്ടും ഗുഡ് കൊണ്ടും ബാഡ് കൊണ്ടും ഉദ്ദേശിക്കുന്നത്? ആർ ദ എൻറ്റിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ നേച്ചർ? ഈ പറയുന്ന എൻറ്റിറ്റീസ് യഥാർത്ഥത്തിൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണോ, നിലനിൽക്കുന്നതാണോ? ദ ഡിസ്കഷൻ എൻറ്റേഴ്സ് എ മോർ അബ്സ്ട്രാക്ട് ലെവൽ വൈൽ അറ്റംപ്റ്റിംഗ് ടു ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഡിസ്കഷൻസ് എന്തിലോട്ട് കടക്കും? കൂടുതൽ അബ്സ്ട്രാക്ട് ലെവലിലോട്ട് കടക്കും. ദിസ് ഈസ് ദ റിലം ഓഫ് മെറ്റാഎത്തിക്സ്. ഈ പറഞ്ഞതാണ് മെറ്റാഎത്തിക്സിന്റെ റിലം. അപ്പൊ നമ്മൾ മെറ്റാഎത്തിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഷോർട്ട് ആക്കി എഴുതിയാൽ മതി കേട്ടോ. രണ്ടിടത്ത് എഴുതാം. നമുക്ക് മെറ്റാഎത്തിക്സ്, നമുക്ക് ആദ്യം മെറ്റാഎത്തിക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഷോർട്ട് ആക്കി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം? നോർമാറ്റീവ് എത്തിക്സും അപ്ലൈഡ് എത്തിക്സും മെറ്റാ എത്തിക്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ.